മേനോനെ താങ്ങി നടന്ന സണ്ണി എം കപ്പിക്കാടിന് തികഞ്ഞല്ലോ. ഒരു പ്രസംഗത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാത്തത് കൊണ്ട് സണ്ണി കപ്പിക്കാട് ഫാൻസുകാർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും ഇപ്പോ യാതൊരു പരാതിയില്ല. എല്ലാവരും സൈലന്റ് ആണ്. പിണറായി ആയിരുന്നെങ്കിൽ ഇപ്പോ പിന്നോക്കക്കാരെയൊക്കെ വേട്ടയാടുന്ന ഒരു കഥ അങ്ങോട്ട് ഓടിയനെ. കേരളത്തിൽ സവർണ സർക്കാർ ഭരണം വന്നതിന് ശേഷം അവർ ഈ നാട്ടിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ ആചാരങ്ങൾക്കെതിരെ വാ തുറന്നാൽ അത് ആക്ടിവിസ്റ്റ് ആണെങ്കിൽ പോലും കേസെടുത്ത് പൂട്ടുക എന്നതാണ് ലക്ഷ്യം. ഇന്നലകളിൽ വൈക്കം സീറ്റ് ചോദിച്ചുകൊണ്ട് നടന്നതിന്റെ കഥകളൊക്കെ പുറത്തു വന്നതാണ്. കോൺഗ്രസ് സർക്കാർ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് കപ്പിക്കാട്. അതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിരന്തരം കയറി ഇറങ്ങിയ ചരിത്രമൊക്കെ സതീശൻ വിശദമാക്കിയിരുന്നു. അവർ വന്നു കഴിഞ്ഞാലേ ഇവിടത്തെ പിന്നോക്ക സമുദായക്കാർക്ക് വേണ്ട വിധേനയുള്ള പരിഗണന കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചില ആക്ടിവിസ്റ്റുകളുടെ മനോഭാവമായിരുന്നത്. ഇപ്പോ കിട്ടിയല്ലോ. അവർ അധികാരത്തിൽ വന്നു. കൈ നിറച്ച് ചൂടോടെ തന്നെ ഒരു ഉപഹാരം കിട്ടിയിട്ടുണ്ട്. അയ്യപ്പനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ കേസെടുത്തു. എന്താണ് അതിൽ കേസെടുക്കാനുള്ള കാര്യം എന്നറിയില്ല. ഈ നാട്ടിൽ വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആചാര സംരക്ഷകർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥയ്ക്കെതിരെ ഈ നാട്ടിൽ ആ ആചാരങ്ങളാൽ വേട്ടയാടപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സണ്ണി എം കപ്പിക്കാട് ഒരു അഭിപ്രായം പറഞ്ഞു. ആ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ലോജിക്കില്ലായ്മയെ കുറിച്ച് ചൂണ്ടിക്കാട്ടി. പോരെ, ഞങ്ങൾക്കെതിരെ ഇനി നിങ്ങൾ സംസാരിക്കൂ. എന്ത് ചെയ്യും? അതിന് വാ മൂടിക്കെട്ടാൻ കേസെടുത്ത സാഹചര്യം. എന്തായാലും സണ്ണി എം കപ്പിക്കാട് ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചതും അവർ ആനയിച്ച് കൊണ്ടുവന്നതുമായിട്ടുള്ള ഒരു സർക്കാർ ആയതുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ഫാൻസുകാർക്കോ ഇപ്പോ യാതൊരു പ്രശ്നവുമില്ല. കിട്ടിയ ഓല വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നിശബ്ദമായി ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ മേനോൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തിന് ഏതിനും വിരളി കൊള്ളുന്നതും വിരളി പിടിക്കുന്നതും സംഘപരിവാറുകാരാണ്. സംഘപരിവാറുകാർ തീരുമാനിക്കുന്നത് ഈ നാട്ടിൽ നടക്കും. അവർ പരാതി കൊടുത്താൽ ഇനി സണ്ണി എം കപ്പിക്കാടല്ല ആരായിരുന്നാലും അവരുടെ കച്ചവടങ്ങളെ കുറിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിട്ട് പണി തരും എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നോക്കക്കാരനായ ഒരു പിണറായി ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ സകലതും മോശമായിരുന്നു. അവര് പോരാ, കോൺഗ്രസിന്റെ സവർണ മാടമ്പികളാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് ആഗ്രഹിച്ച സണ്ണി എം കപ്പിക്കാടിന് കൊടുത്ത ആ ഉപഹാരം അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.